സെക്ടേഴ്സ് ഇന്നത്തോടെ തീരും. ഓക്കെ, കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് ഫുള്ള് സെക്ടേഴ്സിനെ പറ്റിയാണ്. എഡ്യൂക്കേഷൻ സെക്ടർ പോലെയുള്ള ഹെൽത്ത് കെയർ സെക്ടറും ട്രാൻസ്പോർട്ടേഷനും ഓട്ടോമോട്ടീവ് അങ്ങനെയുള്ള കുറച്ച് സെക്ടറുകളൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇപ്പൊ ഒരെണ്ണം നോക്കാൻ പോകുന്നത് ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം എന്നാണ്. യു എയിലുള്ള ഒരു സ്കീമാണ് ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം. അത് നമുക്ക് എങ്ങനെ നമുക്ക് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ്. കുറെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ നിന്ന് കുറെ പർച്ചേസിംഗ് പവർ കൂടുകയാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കുറെ അവരുടെ സാധനങ്ങളെല്ലാം കയറ്റി അയച്ചുകൊണ്ടിരിക്കുക. ടൂറിസ്റ്റുകളെ ഒന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകണം വിദേശ രാജ്യങ്ങളിലേക്ക്. അപ്പോ ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം എന്ന് പറയുന്നത് കുറെ ടൂറിസ്റ്റുകളെയൊക്കെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പർച്ചേസിംഗ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ ഒരു സെയിൽസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സെയിൽസ് എല്ലാം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം എടുത്തിട്ടുള്ളത്. ആ സ്കീമിനകത്ത് ഒരു ടൂറിസ്റ്റർ വന്നിട്ട് യു എയിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് അത് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ നേരത്ത് ആ ടാക്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇൻപുട്ട് വാറ്റ് ഒക്കെ ക്ലെയിം ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു യു എയിൽ പോയി ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് ഇത്ര കുറച്ച് കണ്ടീഷൻ പറയുന്നുണ്ട്. ആ കണ്ടീഷനും ക്രൈറ്റീരിയക്കുള്ളിലാണെങ്കിൽ നമ്മൾ തിരിച്ചു ഇന്ത്യയിലേക്ക് പോകുമ്പോൾ എനിക്ക് ആ മൊബൈൽ ഫോൺ വാങ്ങിച്ചതിന്റെ കൂടെ പേ ചെയ്ത ടാക്സ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അതെനിക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും എന്റെ അക്കൗണ്ടിലേക്ക്. എയർപോർട്ടിലൊക്കെ കാണാൻ പറ്റും വാറ്റ് റീഫണ്ട് പോയിന്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു പോയിന്റ് ഉണ്ടാവും. ഈ ഒരു ഫോട്ടോനകത്തുള്ള പോലെ തന്നെ ഒരു പോയിന്റുകൾ ഉണ്ടാവും എയർപോർട്ടുകളിൽ. ആ എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ ആ ഒരു ബില്ല് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ലാപ്ടോപ്പ് വാങ്ങിച്ചു, അതിന്റെ ബില്ല് കാണിച്ചാൽ ആ സമയത്ത് നമ്മൾ ആ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ പേ ചെയ്ത ടാക്സ് എനിക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിന് സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് മീറ്റ് ചെയ്യണമെന്നുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എ ബെനിഫിറ്റ് ഗിവൻ ടു ടൂറിസ്റ്റ് വിസിറ്റിംഗ് ടു UAE to get a refund of the VAT paid by them on purchases subject to certain conditions. certain condition അനുസരിച്ചിട്ടുള്ള ഒരു പർച്ചേസ് ആ ഒരു ടൂറിസ്റ്റർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ടൂറിസ്റ്റർക്ക് ആ പർച്ചേസിൽ പേ ചെയ്ത ടാക്സ് എപ്പോഴാണ് അവർ തിരിച്ചു പോവാൻ നേരത്ത് അവർക്ക് ആ എയർപോർട്ടിൽ ഒരു VAT റീഫണ്ട് പോയിന്റ് ഉണ്ടാവും. അവിടെ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു സ്കീമാണിത്. ടൂറിസ്റ്റുകൾക്ക് ടാക്സ് ഇല്ലാന്ന് തന്നെ പറയാം. ഓക്കെ, അത് പ്രത്യേകം അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഇത് വരാം. ഈ ഒരു സ്കീം വർക്കിംഗ് ആവാം. ഓക്കെ, ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള കുറച്ച് ഗുഡ്സുകൾ ഉണ്ടാവും. ആ ഗുഡ്സുകൾ എലിജിബിൾ ആയിട്ടുള്ള കുറച്ച് ഷോപ്പുകൾ ഉണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ്. ആരാണ്? ടൂറിസ്റ്റേഴ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ടൂറിസ്റ്റേഴ്സ് നമുക്ക് എന്താണ് അവർ തിരിച്ചു പോകുമ്പോൾ ഈ വാറ്റ് എന്നുള്ള ഒരു ടാക്സ് എമൗണ്ട് അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു സെല്ലർ ഉണ്ടാവുമല്ലോ. ആ സെല്ലർ തൊട്ടടുത്ത മാസം അത് എന്താണ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യാൻ വേണം. സെല്ലർ ആദ്യം കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നു. ഗവൺമെന്റ് അത് ആ ഒരു ടൂറിസ്റ്റർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ലീവിംഗ് ആണ് നമ്മൾ എന്താണ് അവിടെ ഒരു ക്ലെയിം റീഫണ്ട് ഒരു പോയിന്റ് ഉണ്ടാവും, വാറ്റിന്റെ ഒരു പോയിന്റ് ഉണ്ടാവും. അവിടെ നമുക്ക് എന്താണ് ആ ഒരു സെല്ല് ചെയ്തപ്പോൾ ആ ഒരു സെല്ലറുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇൻവോയ്സ് ഉണ്ട്. ആ ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്താൽ അറ്റ് ദ ടൈം ഓഫ് ലീവിങ്ങിന് നമുക്ക് എന്താണ് ആ ഒരു ക്ലെയിം കിട്ടും. റീഫണ്ട് ആയിട്ട് നമുക്കത് ക്ലെയിം കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ സെല്ലർ എന്താണ് സെല്ലർ ആ ഒരു കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കണം തൊട്ടടുത്ത മാസം. ഗവൺമെന്റ് അത് ആ ഒരു ടൂറിസ്റ്റർക്ക് തന്നെ തിരിച്ചു കൊടുത്തിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ള എലിജിബിൾ ആയിട്ടുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ടാക്സ് ഇൻവോയ്സ് നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. ആ ടാക്സ് ഇൻവോയ്സ് നമുക്ക് എന്താണ് നമ്മൾ തിരിച്ചു പോകാൻ നേരത്ത് ടൂറിസ്റ്റർ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ നേരത്ത് ആ ടാക്സ് ഇൻവോയ്സ് അവിടെ സബ്മിറ്റ് ചെയ്താൽ നമുക്കത് ക്ലെയിം ചെയ്ത് കിട്ടും. എന്താണ് ടാക്സ് ആ എലിജിബിൾ ഗുഡ്സിന് നമ്മൾ പേ ചെയ്ത ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ സെല്ലർ കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് എന്താണ് ഗവൺമെന്റിലേക്ക് വാറ്റ് റിട്ടേൺ എന്നുള്ള രീതിയിൽ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം എന്ന് പറയാം. അതിന്റെ കണ്ടീഷൻ ആണ് ഒരു 3 കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കണ്ടീഷൻ. ദ ഗുഡ് മസ്റ്റ് ബി സപ്ലൈഡ് ഓൺ ഓവർസീസ് ടൂറിസ്റ്റ് ഇൻ UAE. ഓക്കെ, യുഎയിലേക്ക് പുറം രാജ്യക്കാരനായ ഒരാൾക്ക് മാത്രമായിരിക്കും ഈ ഒരു കണ്ടീഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വരാം. കാരണം ടൂറിസ്റ്റുകൾക്ക് മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വരാം. UAEക്ക് പുറത്തുള്ള ഒരാൾക്ക്. ഓക്കെ, അപ്പൊ UAEക്ക് പുറത്തുള്ള ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്കീം നമുക്ക് കിട്ടാം. അതേപോലെ തന്നെ അവിടെ ഒരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. ഞാനിപ്പോ UAEയിലേക്ക് വന്നു, ഞാനൊരു വിസിറ്റിങ്ങിനാ വന്നേ, അതൊരു 90 ദിവസത്തിനുള്ളിലാണെങ്കിൽ എനിക്കിത്
റിഡീം ചെയ്ത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. 90 ദിവസം കഴിഞ്ഞു പോരുത്. എന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഐറ്റം, അത് നമ്മൾ 90 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്താണ് തിരിച്ചു കൊണ്ടുപോയിരിക്കണം, നമ്മളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കണം. ഞാനിപ്പോ ഇന്ത്യയിലുള്ള ഒരാളാണ്. ഞാൻ ഇന്ത്യയിൽ വന്നിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്തു, യു എയിൽ വന്നിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്തു എന്ന് വെച്ചു, തിരിച്ച് ഞാൻ ആ ഐറ്റം ഒരു കേടുപാടും വരുത്താതെ അവിടെ വെച്ച് കൺസ്യൂം ചെയ്യാതെ, ഓക്കെ, യു എയിൽ വെച്ച് തന്നെ കൺസ്യൂം ചെയ്യാതെ തിരിച്ച് എന്താണ് പാക്കായിട്ട് തന്നെ, ഓക്കെ, പാക്കിങ് വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ അത് പൊട്ടിച്ച് യൂസ് ചെയ്യാനൊന്നും പാടുന്നില്ല. നമ്മൾ അവിടെ വെച്ച് തന്നെ എന്താണ് പാക്കിംഗ് ആയിട്ടുള്ളത് അത് കൃത്യമായിട്ട് എക്സ്പോർട്ട് ചെയ്തിരിക്കണം. നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ 90 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോയിരിക്കണം. ഓക്കെ, അത് 90 ദിവസത്തിന്റെ ടൈം ലിമിറ്റ് പറയുന്നുണ്ട്, ഡേറ്റ് ഓഫ് പർച്ചേസ് മുതൽ. The goods are exported by the overseas tourist outside UAE within 3 months. Within 3 months എന്ന് പറയുമ്പോൾ 90 days. ഓക്കെ, അപ്പൊ അവിടെ വരുന്ന ഒരു കാര്യമാണ്, ഒരു വിദേശി ആയിരിക്കണം. ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ വിദേശി ആയിരിക്കണം, യു എയിലുള്ള ആളല്ല, വിദേശി ആയിരിക്കണം. അതേപോലെ തന്നെ അവിടെ ഒരു വിസിറ്റിങ്ങിന് വന്നിട്ട് ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഐറ്റം പർച്ചേസ് ചെയ്ത ഐറ്റം നമ്മൾ തിരിച്ച് കൊണ്ടുപോകുന്ന കാര്യമാണ് നോക്കുന്നത്. അത് 90 ദിവസത്തിനുള്ളിൽ എന്തായാലും കൊണ്ടുപോയിരിക്കണം. അതിപ്പോ പല രീതിയിലുള്ള ഐറ്റംസ് ആവാം. നമുക്ക് വാറ്റ് റീഫണ്ട് കിട്ടുന്നത് ക്ലോത്തിങ് ആവാം, അല്ലെങ്കിൽ ഫാഷൻ ഐറ്റംസ് ആവാം, ഇലക്ട്രോണിക്സോ ഗാഡ്ജറ്റുകളൊക്കെ ഉണ്ടല്ലോ, മൊബൈൽ ആൻഡ് ഗാഡ്ജറ്റ്സുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ജ്വല്ലറിയോ വാച്ചസോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗിഫ്റ്റോ കോസ്മെറ്റിക് പെർഫ്യൂംസുകളോ, അങ്ങനെയുള്ളതിനകത്തൊക്കെ നമുക്ക് എന്താണ് എലിജിബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇന്നെലിജിബിൾ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ടാവും. ഇപ്പോ വലിയ വലിയ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അവിടെ വെച്ച് കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അവിടെ വെച്ച് കൺസ്യൂം ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒന്നും നമുക്ക് എന്താണ് ഇതേപോലെ ക്ലെയിം കിട്ടില്ലേ, നോട്ട് എലിജിബിൾ ആണ്. അല്ലെങ്കിൽ വണ്ടികളും ബോട്ടോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഒക്കെ അവിടെ വെച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഇതിനകത്ത് വരില്ല. ഓക്കെ, അതൊന്നും ഇതിനകത്ത് വരില്ല എന്നാണ് രണ്ടാമത്തെ ഈ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എക്സ്ക്ലൂഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഗുഡ്സ് നോട്ട് അക്കമ്പനീഡ് ബൈ ദ ഓവർസീസ് ടൂറിസ്റ്റർ വൈ ലീവിംഗ് യു എ. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു 90 ദിവസത്തിനുള്ളിൽ ആര് പർച്ചേസ് ചെയ്ത് ഇപ്പം മൊബൈൽ ഫോണോ ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ അത് പൊട്ടിക്കാതെ തന്നെ കൺസ്യൂം ചെയ്യാതെ തന്നെ തിരിച്ച് ഇന്ത്യയിലേക്കോ ഏത് രാജ്യത്തേക്കാണോ അവിടേക്ക് കൊണ്ടുവരികയാണ് 90 ദിവസത്തിനുള്ളിൽ. ഓക്കെ, അപ്പൊ അവിടെ പറയുന്നത് ഫസ്റ്റ് പറയുന്ന ഒരു പോയിന്റ് അത് തന്നെയാണ്, എക്സ്ക്ലൂഷനകത്ത് പറഞ്ഞിട്ടുള്ള റീഫണ്ടിനകത്ത് എക്സ്ക്ലൂഷനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയിരിക്കണം. രണ്ടാമത് പറഞ്ഞിട്ടുള്ള പോയിന്റ് സെൽ ഗുഡ്സ് ദാറ്റ് ഹാവ് ബീൻ കൺസ്യൂംഡ്. ആ നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റം അവിടെ വെച്ചിട്ട് വിൽക്കാനോ അല്ലെങ്കിൽ അവിടെ വെച്ച് കൺസ്യൂം ചെയ്യാനോ പാടില്ല. പിന്നെ പറയുന്നത് എക്സ്ക്ലൂഷൻ ആയിട്ടുള്ള ഐറ്റാണ് മോട്ടോർ വെഹിക്കിൾസ്, ബോട്ട്സ്, എയർക്രാഫ്റ്റ്. ഇതൊന്നും പർച്ചേസ് ചെയ്തിട്ട് 90 ദിവസത്തേക്ക് ഉണ്ടായാലും നമുക്ക് ക്ലെയിം ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മോട്ടോർ വെഹിക്കിളോ ബോട്ടോ എയർക്രാഫ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളത് ടൂറിസ്റ്റുകാർക്ക് വന്ന് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് എക്സ്ക്ലൂഷൻ ആയിട്ട് പറയുന്നതാണ്. മോട്ടോർ വെഹിക്കിൾസോ ബോട്ടോ എയർക്രാഫ്റ്റോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു യു എയിൽ വെച്ച് തന്നെ നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് ഫുഡ് അവിടെ തന്നെ കഴിച്ചു, അതൊന്നും നമുക്ക് ക്ലെയിം കിട്ടാൻ പോകുന്നില്ല. കാരണം അത് തിരിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നില്ല നമ്മൾ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമുക്ക് എന്താണ് തിരിച്ചു പോകുമ്പോൾ ക്ലെയിം കിട്ടുന്നതാണ്. ക്ലോത്തിങ് ആയിക്കോട്ടെ, ഫാഷൻ ആയിക്കോട്ടെ, ഫാഷൻ ഐറ്റംസ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ ആയിക്കോട്ടെ, ജ്വല്ലറികളോ വാച്ചസോ അല്ലെങ്കിൽ ഗിഫ്റ്റുകളോ പെർഫ്യൂംസോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് എന്താണ് തിരിച്ച് പാക്ക് ചെയ്ത് അതേപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇതൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് എന്താണ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഷോപ്പുകൾ ഉണ്ടാവും. അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് അവരൊരു ബില്ല് തരുമല്ലോ, ടാക്സ് ഇൻവോയ്സ് തരുമെന്ന് പറഞ്ഞു. ആ ടാക്സ് ഇൻവോയ്സിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ആ ഒരു പ്രോഫിറ്റ് മാർജിൻ സ്കീമിനകത്തുള്ളതാണ്. ടാക്സ് ഇൻവോയ്സ് പോലെ തന്നെ സെപ്പറേറ്റ് ആ പ്രോഫിറ്റ് മാർജിൻ സ്കീമിന്റെ തന്നെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. അത് മിക്കവാറും ചിലപ്പോൾ ആ ഒരു ബോക്സും ഒട്ടിച്ചിട്ട് വെക്കാനാണ് സാധ്യത ഉള്ളത്. അപ്പൊ ആ ഒരു ഡോക്യുമെന്റും ടാക്സ് ഇൻവോയ്സും നമ്മൾ എന്താണ് അറ്റ് ടൈം ഓഫ് ലീവിങ് നമുക്ക് പോകുന്ന സമയത്ത് ആ ഒരു വാറ്റ് റീഫണ്ട് പോയിന്റിനകത്ത് കാണിച്ചാൽ മതി. ആ ഒരു ഡോക്യുമെന്റ് കാണിച്ചാൽ അവർ റീഫണ്ട് ചെയ്ത് തന്നോളും നമ്മുടെ ടാക്സ്. കണ്ടീഷൻ ഫോർ ബിസിനസ് റിറ്റെയിലർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്കീം. ഒരു ബിസിനസിന്റെ കണ്ടീഷൻ എന്താണ്, ബിസിനസിന്റെ കണ്ടീഷൻ എന്താണ് ഈ ഒരു പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്യണമെങ്കിലുള്ള ബിസിനസിന്റെ കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളതാണ്, രജിസ്റ്റേർഡ് വിത്ത് FTA, ഹോൾഡ് എ വാലിഡ് ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ. ഒരു FTA-നകത്ത് ഫെഡറൽ ടാക്സ് അതോറിറ്റിയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. നമ്മളുടെ നാട്ടിൽ GST-നകത്ത് രജിസ്റ്റേർഡ് ആയിരിക്കണം എന്ന് പറയുന്ന പോലെ വാറ്റിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. പിന്നെ ഗുഡ്സ് ദാറ്റ് ആർ നോട്ട് എക്സ്ക്ലൂഡഡ് ഫ്രം റീഫണ്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂഷൻ ഉണ്ടായിരുന്നല്ലോ, ഇതിൽ വരുന്നൊന്നും ആയിരിക്കരുത് അവർ ചെയ്യേണ്ട ആ ഒരു സപ്ലൈ ചെയ്യേണ്ട ഒരു ഐറ്റംസ്. ഓക്കെ,
സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ടു ജോയിൻ ദ സ്കീം. ആ ഒരു സ്കീം ജോയിൻ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. FTA ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ആ ഒരു ബിസിനസ്, ഒരു റീറ്റെയിലർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അവർ കൃത്യമായിട്ട് എന്താണ് വാറ്റ് ഫയൽ ചെയ്തിരിക്കണം. കൃത്യമായിട്ട് എല്ലാ മാസവും വാറ്റ് ഫയൽ ചെയ്തിരിക്കണം. ഒരു ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് ടാക്സോടെ ഒരു എന്തെങ്കിലും ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കണം. എന്നാലേ ഗവൺമെന്റ് അത് തിരിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ടൂറിസ്റ്റുകൾക്ക്. സബ്മിറ്റ് വാറ്റ് റിട്ടേൺസ് ആൻഡ് സെറ്റിൽ വാറ്റ് പേയബിൾസ്. കൃത്യമായിട്ട് വാറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ പേയബിൾസ് എല്ലാം പേ ചെയ്ത് തീർക്കുന്ന ഒരു കമ്പനി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താണ് ഈ ഒരു 4 കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ അവർക്ക് എന്താണ് ഈ ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം എന്നുള്ളതിനകത്ത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. FTA രജിസ്റ്റർ ആയിരിക്കണം. ബോട്ട് വെഹിക്കിൾസ് ഇതേപോലുള്ള ഐറ്റംസ് ആയിരിക്കരുത് അവർ വിൽക്കേണ്ടത്. അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് എന്താണ് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. സ്കീമിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം FTA. അതേപോലെ തന്നെ അവർ കൃത്യമായിട്ട് ഫയലിങ്ങും അതിന്റെ പേയ്മെന്റ് എല്ലാം ചെയ്യുന്നവരായിരിക്കണം. ഇത്രേ ഉള്ളൂ. 4 കണ്ടീഷനേ ഉള്ളൂ. ടൂറിസ്റ്റ് റീഫണ്ട് സ്കീമാണ്. ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം. ഓക്കെ, എന്തായാലും എഴുതാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇതൊക്കെയാണ് ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം. ഓക്കെയാണോ? ചെറിയൊരു കാര്യമാണ്, ചെറിയൊരു സ്കീമാണ്. പക്ഷെ എന്നാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്കീമാണ് ടൂറിസ്റ്റുകൾക്ക്. അവര് ഒരു ടൂറിസ്റ്റർ UAE വരുന്നു, അവിടെ നിന്നെങ്കിലും പർച്ചേസ് ചെയ്യുന്നു, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഐറ്റം, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷനൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, ടാക്സ് ഉൾപ്പെടെ പൈസ കൊടുക്കുന്നു. ആ ടൂറിസ്റ്റർ എന്താണ് ഒരു 90 ദിവസത്തിനുള്ളിൽ എപ്പോഴാണോ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകുന്നത്, അപ്പൊ അവരുടെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു സ്കീം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ബില്ല് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ഫണ്ട്, ഒരു ടാക്സ് ഫണ്ട് റിട്ടേൺ ആയിട്ട് കിട്ടുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടുള്ളൂ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 90 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊണ്ടുവന്നിരിക്കണം. 90 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊണ്ടുപോയിരിക്കണം. പിന്നെ അവിടെ വെച്ച് കൺസ്യൂം ചെയ്യാനും പാടില്ല. ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ അവിടെ വെച്ച് പൊട്ടിച്ച് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പറ്റില്ല. തിരിച്ച് ഓർഡർ ചെയ്യാതെ തിരിച്ചു കൊണ്ടുപോയിരിക്കണം. നെക്സ്റ്റ് ഒരു സെക്ടറാണ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ. ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ നമ്മൾ ആദ്യം ഒരു ട്രാൻസ്പോർട്ടേഷനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് നമ്മൾ നോക്കിയായിരുന്നു. ഇത് അങ്ങനെയല്ല, നമുക്ക് എയർക്രാഫ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രെയിലറോ ബസ്സോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വെഹിക്കിൾ ഉണ്ടല്ലോ, അത് വിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ടാക്സ് വരുന്നത്, അവരിനകത്ത് എങ്ങനെയാണ് വാറ്റ് ആപ്ലിക്കബിലിറ്റി വരുന്നത്. ഇത് വിൽക്കുന്നവരുണ്ടാവുമല്ലോ, എയർപ്ലെയിനോ അല്ലെങ്കിൽ ട്രെയിനോ അല്ലെങ്കിൽ ഇപ്പോ ബസ്സുകളോ ട്രെയിലറോ അങ്ങനെയുള്ള വാഹനങ്ങൾ വിൽക്കുന്നവർക്ക് എങ്ങനെയാണ് അവരുടെ വാറ്റ് ആപ്ലിക്കബിലിറ്റി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിടെ വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് 0 റേറ്റ് ആണ് വരുന്നത്. പക്ഷെ അത് ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ക്വാളിഫൈങ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പഠിച്ചില്ലായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും പറയുന്നുണ്ട്, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് സപ്ലൈഡ്, വെഹിക്കിൾ ഈസ് സപ്ലൈ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആയിരിക്കണം ആ ഒരു വെഹിക്കിൾ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആയിരിക്കണം. A vehicle is supplied, then the VAT will be charged at 0 rate. ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് വിൽക്കുന്നതെങ്കിൽ അവിടെ ചാർജ് ചെയ്യുന്നത് 0 റേറ്റ് ആയിരിക്കും. എന്താന്ന് നോക്കാം, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്താന്ന് നോക്കാം. പല രീതിയിലുണ്ട്. ബസ്സുകൾക്ക് വേറെ ഉണ്ട്, ഷിപ്പുകൾക്ക് വേറെ ഉണ്ട്, എയർക്രാഫ്റ്റിന് വേറെ ഉണ്ട്. ഓക്കെ, വായുവിലൂടെയും വെള്ളത്തിലൂടെയും കരയിലൂടെ ഓടുന്നതിനും ഓരോന്നിനും ഓരോ കണ്ടീഷൻ പറയുന്നുണ്ട്. അതിന് ഓരോന്നിനും ഓരോ ക്വാളിഫയിങ് മീൻസ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഞാനിപ്പോ ഒരു എന്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, എന്താണ് ഒരു പബ്ലിക് ആയിട്ട് പോകുന്നതിനൊക്കെ 0 റേറ്റ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ 0 റേറ്റ് ആണ്. പക്ഷെ അതിന് മാത്രമല്ല, അതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ സർവീസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന കുറെ ഐറ്റംസ് ഉണ്ടാവും, അവിടെയും 0 റേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ബസ് ആണെന്ന് വെച്ചോ, പബ്ലിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബസ്സാണ്. ആ ബസ്സിന് അറ്റാച്ച് ചെയ്യുന്ന കുറെ ഐറ്റംസ് ഉണ്ടാവും, സീറ്റുകൾ ഉണ്ടാവും, സ്റ്റിയറിംഗ് ഉണ്ടാവും, ഓക്കെ, അതിന്റെ സീറ്റ് കവറുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അവിടെയും 0 റേറ്റ് ആയിരിക്കും വരുന്ന ടാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പൊ ഒരു എയർപ്ലെയിൻ ആണെങ്കിൽ ഈ സെയിം സാധനം തന്നെ ഉണ്ടാവും, ഫ്ലൈറ്റുകൾക്കൊക്കെ ഈ സെയിം സാധനങ്ങൾ തന്നെ ഉണ്ടാവും. എഞ്ചിനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ എന്താണ് ഫിക്സ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടാവും. കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷനോ അല്ലെങ്കിൽ റിപ്പയറോ, ഇതെല്ലാം വരുന്നത്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എല്ലാം വരുന്നത് 0 റേറ്റ് തന്നെയായിരിക്കും. ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ 0 ആണെങ്കിൽ
ആ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷനകത്ത് വരുന്ന കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഓപ്പറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം 0% ആയിരിക്കും വരുന്നത്. സീറോ റേറ്റിനകത്ത് വരുന്നതാണ്. ഓക്കെ, സീറോ റേറ്റിൽ വരുന്നതാണ്. റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും സീറോ ആയിരിക്കും. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, അത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും സീറോ ആയിരിക്കും. ആ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷന്റെ കൺസ്ട്രക്ഷൻ വരുന്ന ചെലവുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനുവേണ്ടി പർച്ചേസ് ചെയ്യുന്ന കുറെ ഐറ്റംസ് ഉണ്ടാവും, അതിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടാവും, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് വരുന്ന എക്സ്പെൻസ് ഉണ്ടാവും. ഈ സർവീസുകളെല്ലാം നമുക്ക് എന്താണ് സീറോ റേറ്റ് ആണ്, ടാക്സ് വരുന്നില്ല. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ, ക്വാളിഫൈങ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരാം. അപ്പൊ എപ്പോഴാണ് ക്വാളിഫൈങ് ആവുക, എപ്പോഴാണ് ക്വാളിഫൈങ് അല്ലാതെ ആവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിലാണ് വരുന്നത്. ടു ആസ്പെക്ട് നീഡ് ടു ബി കവേർഡ് ഇൻ ദിസ് റിഗാർഡ്സ്. എന്താണ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്താണെന്നും അതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇറ്റ് ഷുഡ് ബി ക്വാളിഫൈങ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അത് ബസ്സുകളുടെ കാര്യത്തിനകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ബസ്സുകളുടെ കാര്യത്തിനകത്ത് എങ്ങനെയാണ്, അതേപോലെ തന്നെ എയർക്രാഫ്റ്റിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, ഷിപ്പുകളുടെ കാര്യത്തിനകത്തൊക്കെ എങ്ങനെയാണെന്നാണ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ പറയുന്നത് എയർക്രാഫ്റ്റിന്റെ ഒരു കേസാണ്. ജസ്റ്റ് ഒന്ന് എയർക്രാഫ്റ്റിന് എഴുതാം. എയർക്രാഫ്റ്റ് ഒന്ന് എഴുതിയിട്ട് അതെങ്ങനെ ക്വാളിഫൈ ആവുന്നതെന്ന് കൂടി എഴുതാം. ഒരു 2 വേർഡിൽ എഴുതാം. എയർക്രാഫ്റ്റ് ക്വാളിഫൈ ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ആയിരിക്കണം. ഓക്കെ, ഒരു ഗുഡ്സ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടായിരിക്കണം. ഒരു എയർക്രാഫ്റ്റ് എങ്ങനെയാണ് ക്വാളിഫൈങ് ട്രാൻസ്പോർട്ടേഷൻ ആവുന്നതാണ് എയർക്രാഫ്റ്റ് എന്ന് എഴുതാം. ഒരു സൈഡ് ഒരു ഹൈഫൺ ഇട്ടിട്ട് സൈഡിൽ എഴുതാം. അതിന്റെ പർപ്പസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ അല്ലെങ്കിൽ ഗുഡ്സ് ആയിരിക്കണം, നോട്ട് ഫോർ റീക്രിയേഷൻ, പ്ലഷർ ഓർ സ്പോർട്സ്. ഓക്കെ, ചുരുക്കി പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിരിക്കണം. അല്ലാതെ എന്താണ് ഒരു റീക്രിയേഷനോ പ്ലഷറിനോ അല്ലെങ്കിൽ ഒരു സ്പോർട്സിനോ വേണ്ടിയിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ് ഞാൻ വിൽക്കുന്നതെങ്കിൽ, അപ്പോ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഐറ്റം വിൽക്കുന്ന സ്ഥലത്താണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു എയർക്രാഫ്റ്റ് വിൽക്കുന്ന ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാനിപ്പോ എയർക്രാഫ്റ്റ് വിൽക്കുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മോഹിത് എന്റെ കയ്യിൽ നിന്ന് എയർക്രാഫ്റ്റ് വാങ്ങാൻ പോകുന്ന ആൾക്കാം. മോഹിത് എനിക്ക് കുറച്ച് ഡോക്യുമെന്റ് തരണം. എന്താണ് ഈ ഒരു എയർക്രാഫ്റ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അതിനൊരു ലൈസൻസ് ഉണ്ടാവും. ഓക്കെ, അതിന്റെ ഒരു ലൈസൻസ് ഉണ്ട്, അതെന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തണം. ഇത് ക്വാളിഫൈങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വിൽക്കുമ്പോൾ എന്താണ് മോഹിത്തിന്റെ സീറോ റേറ്റേ വാങ്ങിക്കുള്ളൂ, ടാക്സ് ഒന്നും വാങ്ങിക്കുന്നില്ല. ഓക്കെ, അപ്പൊ വാങ്ങാൻ വരുന്ന ആ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ, അവരുടെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് നമ്മൾ വാങ്ങിച്ചിരിക്കണം. അത് വാങ്ങിയിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അപ്രൂവ്ഡ് ആണെങ്കിൽ മാത്രം, അത് ക്വാളിഫൈങ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്താണ് അത് സീറോ റേറ്റിനായിരിക്കും കൊടുക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ മോഹിത്തിന്റെ ഒരു എയർക്രാഫ്റ്റ് വാങ്ങാൻ വരുവാണ്. മോഹിത്തിന്റെ പർപ്പസ്, അതിന്റെ പർപ്പസ് എന്തിനായിരിക്കണം, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷനോ ആയിരിക്കണം. അല്ലാതെ മോഹിത്തിന് ഒരു പ്രൈവറ്റ് ജെറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്വന്തം വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നും ആവരുത്. ഓക്കെ, കുറെ അത്യാവശ്യം എല്ലാവർക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസിനൊക്കെ ഉണ്ടാവും പ്രൈവറ്റ് ജെറ്റുകളൊക്കെ എല്ലാവരും. അപ്പൊ അതേപോലെ ഒന്നും ആവരുത്. ഒരു പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനോ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷനോ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം എയർക്രാഫ്റ്റിന്റെ കേസ് വരുമ്പോൾ. അല്ലാതെ റിക്രിയേഷനോ പ്ലഷറോ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂസിനോ ആവരുത്. പിന്നെ പറയുന്നത് ഷിപ്പിന്റെ കേസാണ്. ഷിപ്പിന്റെ കേസും ഈ സെയിം തന്നെയാണ്, കൊമേഴ്ഷ്യൽ പർപ്പസ്. ഷിപ്പ് എന്ന് എഴുതാം. അതിന്റെ ഇത് ക്വാളിഫൈങ് ആവണമെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിരിക്കണം. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിക്രിയേഷനോ അല്ലെങ്കിൽ പ്ലഷറോ സ്പോർട്സോ അങ്ങനെ ഒന്നും ആവരുത്. പ്രൈവറ്റ് ബോട്ടുകളൊക്കെ കണ്ടിട്ടില്ലേ, കുറെ പേർക്ക് പ്രൈവറ്റ് ബോട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ക്രേസ് ഉള്ള കുറെ പേരുണ്ടാവും. പ്രൈവറ്റ് ബോട്ടുകൾ എടുത്തിട്ട് ജസ്റ്റ് കറങ്ങാൻ പോകുന്ന കുറെ ക്രേസ് ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്നും നമുക്ക് എന്താണ് ക്വാളിഫൈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ല. അപ്പൊ അവർക്കൊന്നും സീറോ റേറ്റിന് അല്ല കൊടുക്കുക, സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും. സീറോ റേറ്റിന് കൊടുക്കണമെങ്കിൽ അതിന്റെ പർപ്പസ് എന്തായിരിക്കണം, കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിരിക്കണം. അപ്പോ ഷിപ്പിനകത്തും സെയിം തന്നെയാണ്. ഷിപ്പോ ബോട്ടോ എന്തോ ആയിക്കോട്ടെ, അതും കൊമേഴ്ഷ്യൽ പർപ്പസിനായിരിക്കണം എന്നാണ് പറയുന്നത്. ഷിപ്പും ബോട്ടൊക്കെ ആണെങ്കിൽ അതും കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിരിക്കണം, പ്രൈവറ്റ് യൂസിന് ആവരുത്, പേഴ്സണൽ യൂസിന് ആവരുത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കരയിൽ കൂടെ ഓടുന്നത് ബസ് ട്രെയിനൊക്കെ ഉണ്ടല്ലോ, അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കണം. അത് 10ൽ കൂടുതൽ പാസഞ്ചേഴ്സ് വരുന്നവർക്കാണ്
ക്വാളിഫയിങ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം. ബസ്സും ട്രെയിനും ക്വാളിഫയിങ് ആവണമെങ്കിൽ 10ൽ കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കണം. 10ൽ കൂടുതൽ പാസഞ്ചേഴ്സ് കപ്പാസിറ്റി ഉള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലാണ് ബസ്സും ട്രെയിനും ക്വാളിഫയിങ് ആവാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇപ്പോ സഫാനിന്റെ കയ്യിൽ നിന്ന് ഒരു ബസ് വാങ്ങാൻ വരുവാണ്. സഫാൻ ബസ് വാങ്ങിക്കുന്നത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ 10ൽ കൂടുതൽ സീറ്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് 0 റേറ്റിനായിരിക്കും അത് ഞാൻ വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് എന്നെ ഹാജരാക്കണം, എന്റെ അതിനകത്ത് സബ്മിറ്റ് ചെയ്യണം, ലൈസൻസ് എല്ലാം കാണിക്കണം. എന്താണ് സഫാന്റെ ബിസിനസ് പർപ്പസ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് പർപ്പസ് എന്നുള്ളതിന്റെ ലൈസൻസ് ഒക്കെ എന്നെ കാണിച്ചാലെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു ഡോക്യുമെന്റ് അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ ഒരു എയറോ അല്ലെങ്കിൽ വെസൽസ് എന്ന് വെച്ചാൽ ഷിപ്പുകൾ, എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ ഷിപ്പുകളോ അത് വേറൊരു പർപ്പസിനും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ 0 റേറ്റ് ആണ് വരുന്നത്. റെസ്ക്യൂ ആൻഡ് അസിസ്റ്റൻസ് ബൈ എയർ ഓർ സീ, റെസ്ക്യൂ മിഷന് വേണ്ടിയിട്ട് പോകുന്ന കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ അസിസ്റ്റൻസിനൊക്കെ വേണ്ടിയിട്ട് എയറിലോ സീന്റെ എന്തെങ്കിലും അസിസ്റ്റൻസിനൊക്കെ വേണ്ടി പോകുന്ന എയർക്രാഫ്റ്റോ ഷിപ്പുകളായിക്കോട്ടെ, അതും എന്താണ് 0 റേറ്റിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. റെസ്ക്യൂ ഓപ്പറേഷൻ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള അസിസ്റ്റൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഷിപ്പോ ബോട്ടോ എന്തെങ്കിലും വാങ്ങിച്ചെന്ന് വെച്ചു, അപ്പൊ അതെല്ലാം എന്താണ് റെസ്ക്യൂ വെഹിക്കിൾസ് എന്നുള്ള രീതിയിലാണ് കാറ്റഗറിയിൽ വരാം, അതും 0 റേറ്റ് ആയിരിക്കും. ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നത്, ടു ചാർജ് ദി സപ്ലൈസ് 0 റേറ്റ് ടാക്സബിൾ പേഴ്സൺ നീഡ് ടു ഓൾവേസ് മെയിൻറ്റെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, എന്താണ് പ്രൂഫ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഈ ഒരു ക്വാളിഫയിങ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടിയാണ് ഞാൻ വിൽക്കുന്നത് എന്നുള്ള ആ ഒരു പ്രൂഫ് കൃത്യമായിട്ട് ആ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എന്താണ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അത്രയാണ് നമുക്ക് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പറയാം. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ക്വാളിഫയിങ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ്, കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ടുള്ള ബോട്ടുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടുള്ള 10ൽ കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബസ്സോ ട്രെയിനോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെസ്ക്യൂ മിഷനോ അല്ലെങ്കിൽ ഒരു എമർജൻസി അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് എയറിലോ സീയിലോ ഒക്കെ പോകുന്ന എയർക്രാഫ്റ്റുകളോ അല്ലെങ്കിൽ ബോട്ടുകളൊക്കെ ആണെങ്കിൽ ക്വാളിഫയിങ് ആണ്. ഇതിനെല്ലാത്തിനും 0 ആണ്. ഇതിന്റെ ചുറ്റുപറ്റി വരുന്ന ഇതിന്റെ നേച്ചറായിട്ട് വരുന്ന എക്സ്പെൻസുകൾക്കും 0 റേറ്റ് ആയിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് എന്തെങ്കിലും കൺസ്യൂമബിൾസ് പർച്ചേസ് ചെയ്തു, സീറ്റ് കവറോ സ്റ്റിയറിംഗോ എഞ്ചിന്റെ പാർട്ടുകൾ എന്തെങ്കിലോ ഇതൊക്കെ പർച്ചേസ് ചെയ്താലും അതിനും 0 റേറ്റ് ആയിരിക്കും. ക്വാളിഫയിങ് ആണെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിനും 0 റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി പറയുന്നത്, നമ്മളുടെ പ്രൂഫ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അത് സപ്ലൈ ചെയ്തിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്, ക്വാളിഫയിങ്ങിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ പറയുന്നത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷനകത്ത് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു കാര്യം പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാളിഫൈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പൊ ഒരു പാസഞ്ചർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയുള്ള ഒരു ബസ് ആണെങ്കിൽ 0 റേറ്റ് ആണ്. അതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ടാവും, റിപ്പയറുകളോ അല്ലെങ്കിൽ സർവീസുകളൊക്കെ ഉണ്ടാവും, റിപ്പയറിന്റെ ഇൻസ്റ്റാളേഷൻ സർവീസോ, അല്ലെങ്കിൽ ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ബസ്സിന് വേണ്ടിയിട്ട് എന്തായാലും സ്റ്റിയറിംഗ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ആ ഒരു ബസ്സിന് വേണ്ടിയിട്ട് എന്തായാലും എന്താണ് ഒരു സീറ്റ് കവറോ സീറ്റുകളോ അല്ലെങ്കിൽ എഞ്ചിന്റെ പാർട്ടുകളോ അല്ലെങ്കിൽ ആ ഒരു വിൻഡോ ഗ്ലാസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്താലും അതിനെല്ലാത്തിനും നമുക്ക് എന്താണ് 0 റേറ്റ് ആണ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ഗുഡ്സ് എന്ന് നോക്കാം. ഗുഡ്സിന്റെ കേസിനകത്ത് വരുമ്പോൾ എന്ന് വെച്ചാൽ അറ്റാച്ച് ചെയ്യുന്നത് ആയിട്ടുള്ള കുറെ ഗുഡ്സുകൾ ഉണ്ടാവും. ഇപ്പൊ ഒരു എയർക്രാഫ്റ്റിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ എയർക്രാഫ്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. എഞ്ചിന്റെ പാർട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിന്റെ സീറ്റ് ഉണ്ടാവും, ബസ് ആണെങ്കിൽ ബസ്സിന്റെ സീറ്റ് ഉണ്ടാവും, നാവിഗേഷൻ സിസ്റ്റംസ് ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, ആ ഒരു അറ്റാച്ച് ചെയ്യുന്ന ഗുഡ്സുകളാണ് ആ ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലാൻഡിംഗ് ഗിയറുകൾ ഉണ്ടാവും, എയർക്രാഫ്റ്റിന്റെ ടയറുകൾ ഉണ്ടാവും, ബസ്സിന്റെ ടയറുകൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഷിപ്പിന്റെ ആണെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെല്ലാത്തിനും അതിനാണ് നമ്മൾ ആ ഒരു ഗുഡ്സ് എന്നുള്ള രീതിയിൽ അറ്റാച്ച് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ അവിടെ പറയുന്നത് കൺസ്യൂമബിൾ ഗുഡ്സ് ആയാലും 0 റേറ്റ് ആണ്. കൺസ്യൂമബിൾ ഗുഡ്സ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ വണ്ടികളിലൊക്കെ നമ്മൾക്ക് ലൂബ്രിക്കന്റ് ഓയിലുകളൊക്കെ യൂസ് ചെയ്യാറില്ലേ, അല്ലെങ്കിൽ നമ്മൾ കൂളന്റുകളൊക്കെ ഉപയോഗിക്കാറില്ലേ, അങ്ങനെയുള്ള കെമിക്കൽസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഷിപ്പൊക്കെ ആണെങ്കിൽ കുറെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാവും, അപ്പൊ അതിന് വലിയ കെമിക്കൽസ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കൺസ്യൂമബിൾസ് ആണ് അവിടെ വെച്ച് തന്നെ യൂസ് ചെയ്യേണ്ടതാണ്, ഓയിലും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ യൂസ് ചെയ്യേണ്ടതാണ്.
എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുമ്പോഴും എന്താണ് കൺസ്യൂമബിൾ ഗുഡ്സ് വാങ്ങിച്ചാലും അതും സീറോ റേറ്റിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. അതും സീറോ റേറ്റ് ആണ്. പക്ഷെ അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു വാഹനം ഉണ്ടല്ലോ, ഈ ഒരു ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബസ്സോ ട്രെയിനോ ആയിക്കോട്ടെ, അതിന് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഉണ്ടല്ലോ, ആ ഫ്യൂവല് സീറോ റേറ്റ് അല്ല എന്നാണ് പറയുന്നത്. ഫ്യൂവൽ സീറോ റേറ്റ് അല്ല. ഗ്യാസ് പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഇൻക്ലൂഡ് ചെയ്യാതെയുള്ള കൺസ്യൂമേഴ്സ്. ഓക്കെ. പിന്നെ സർവീസിന്റെ കേസ് വരുമ്പോൾ സർവീസിനകത്ത് നമുക്ക് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഈ എഞ്ചിന്റെ സൈഡൊക്കെ വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം എന്താണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു സർവീസ് എന്തായാലും വേണ്ടി വരും. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സർവീസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇൻസ്റ്റാളേഷന് വരുന്ന സർവീസുകൾക്കായാലും ഒരു എന്തെങ്കിലും റിപ്പയറിംഗ്, എന്തെങ്കിലും ഒരു ഷിപ്പിന്റെ എന്തെങ്കിലും റിപ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റിന്റെ ക്യാബിന്റെ എന്തെങ്കിലും ഒരു ഇന്റീരിയർ വർക്കുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടായിരിക്കും ക്യാബിനൊക്കെ സൂക്ഷിക്കുക. അപ്പൊ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അവിടെ വരുന്ന സർവീസുകൾക്കും സീറോ റേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സർവീസുകൾക്കും സീറോ റേറ്റ് ആയിരിക്കും. സർവീസുകൾക്കും സീറോ റേറ്റ് ആണ്. ഗുഡ്സിന്റെ കേസ് വരുമ്പോൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു അറ്റാച്ച് ചെയ്യുന്ന ഗുഡ്സ് ആവാം, കൺസ്യൂമബിൾ ഗുഡ്സ് ആവാം, ഫ്യൂവൽ അല്ലാതെ വരുന്ന കൺസ്യൂമബിൾ ഗുഡ്സ് ആവാം. ഇതെല്ലാം നമുക്ക് എന്താണ് സീറോ റേറ്റിനകത്ത് വരുന്ന ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ ആയിക്കോട്ടെ, സീറ്റുകൾ ആയിക്കോട്ടെ, നാവിഗേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ലാൻഡിംഗ് ഗിയറുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടികളിലൊക്കെ ടയറുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ സീറോ റേറ്റ് ആണ്. പെട്രോൾ, ഡീസൽ, ഗ്യാസ് ടൈപ്പ് ഓഫ് ഗ്യാസുകൾ ഉണ്ടെങ്കിൽ അതൊന്നും സീറോ റേറ്റിനകത്ത് വരുന്നില്ല. ഇൻസ്റ്റാളേഷൻ സർവീസ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാളേഷൻ ആവാം, അല്ലെങ്കിൽ ഇപ്പോ ഒരു ക്യാബിന്റെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യുന്നതിന്റെ ഒരു സർവീസ് ആവാം, അങ്ങനെയുള്ള റിപ്പയറിംഗ് സർവീസ് ഒക്കെ ആവാം. അപ്പൊ ആ സർവീസുകൾക്കും സീറോ ആയിരിക്കും വരുന്നത്. ഓക്കെ. ഒന്ന് നോക്കിയൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇപ്പോ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ നോക്കി, അത് ഇത്രേ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പഠിച്ച ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ഒരാളെ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാസഞ്ചർ ആയിക്കോട്ടെ, ആ രീതിയിലാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പക്ഷെ ഈ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു വണ്ടികൾ വിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എയർക്രാഫ്റ്റോ ഷിപ്പുകളോ വിൽക്കുന്ന സ്ഥലത്തെ വാറ്റ് ആപ്ലിക്കബിലിറ്റി ആണ് പറയുന്നത്. സീറോ റേറ്റ് ആയിരിക്കും. പ്രത്യേകം മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ക്വാളിഫയിങ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ സീറോ റേറ്റ്. ക്വാളിഫയിങ് എന്താണ് നമ്മൾ എഴുതി. എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ പർപ്പസ് എന്ന് പറയുന്നത് പാസഞ്ചറോ ഗുഡ്സോ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിരിക്കണം. അല്ലാതെ പേഴ്സണൽ ആവശ്യം ആവരുത്. പേഴ്സണൽ ആവശ്യം ഒന്നിനും നമുക്ക് എന്താണ് സീറോ റേറ്റ് വരുന്നില്ല അവിടെ. ഷിപ്പിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ബസ്സിന്റെ ട്രെയിനോ ആയിക്കോട്ടെ, പേഴ്സണൽ ആവശ്യം വരുന്നില്ല. ഷിപ്പ് ആണെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിരിക്കണം. ബസ് ആണെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസ് തന്നെ, എന്താണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കണം. 10ൽ കൂടുതൽ പാസഞ്ചേഴ്സിന് കപ്പാസിറ്റി ഉള്ളതായിരിക്കണം. പിന്നെ റെസ്ക്യൂവിന് വരുന്നതും അസിസ്റ്റൻസിന് വേണ്ടി പോകുന്നതായിട്ടുള്ളത് നമുക്ക് എന്താണ് സീറോ റേറ്റ് ആണ്. ഇതായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഗുഡ്സിനും ഇതായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന സർവീസിനും സീറോ റേറ്റ് ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ ട്രാൻസ്പോർട്ടേഷന്റെ കേസിനകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ള. പിന്നെ പ്രോഫിറ്റ് റീഫണ്ട് സ്കീമിനകത്തും നോക്കാനായിട്ടുള്ള ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇതൊക്കെയാണോ? രണ്ട് ചെറിയ ടോപ്പിക്കാണ് നോക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്കപ്പോ അങ്ങനെയാണെങ്കിൽ നാളത്തേക്ക് നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കാം. ഫയലിങ്ങിന്റെ പ്രൊസീജിയേഴ്സ് ഇതിപ്പോ എന്തായാലും നോക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. റെക്കോർഡ് കീപ്പിംഗ് ഉണ്ട്, പിന്നെ പെനാൽറ്റി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്തില്ലെങ്കിലുള്ള പെനാൽറ്റികൾ, ആ പെനാൽറ്റി കാര്യങ്ങൾ കുറച്ചധികം ഉണ്ട്. ഇത്രയധികം പെനാൽറ്റി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം എന്തായാലും. ഓക്കെ ഓക്കെ, അപ്പോ ഇന്നത്തേക്ക് എന്തായാലും ഇത്രയും മതി. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് നാളെ ബാക്കിയുള്ള ഇത് കവർ ചെയ്യാം. പെനാൽറ്റി കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ, താങ്ക് യു. ആദ്യം കാണാം.